വിശദമായ വാർത്തകളിലേക്ക്. നെല്ല് സംഭരണം ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ സംവാദം നടത്തി. നെല്ല് സംഭരണം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ മന്ത്രിമാരായ GR അനിൽ, P പ്രസാദ് എന്നിവർ പങ്കെടുത്തു. നിലവിലെ സംഭരണ വ്യവസ്ഥയിൽ ഇളവ് വരുത്തി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ സംവാദം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കർഷകരുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ ഘട്ടത്തിലും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ പരമാവധി പരിഹരിക്കാൻ കഴിയുന്ന നിലപാട് ബന്ധപ്പെട്ട വകുപ്പുകൾ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ സീസണിലെയും ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു വരികയും അത് സമയബന്ധിതമായി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ ഇത്തവണത്തെ ഈ സീസൺ അടുത്ത് കൊയ്ത്താരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും ഒരേ സമയമല്ല, വ്യത്യസ്തമായിട്ടുള്ള ആഴ്ചകളുടെ വ്യത്യാസമാണ്. ഉൽപാദനക്ഷമത പലയിടത്തും പല രീതിയിലാണ്. ഇതിനാലാണ് 2200 കിലോ എന്നുള്ള മാനദണ്ഡങ്ങൾ വഹിക്കുന്നത്. ഇത് അയവ് ചെയ്ത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള നിർദ്ദേശമാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും കൃഷി വകുപ്പും നൽകിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. നെല്ല് സംഭരണം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ കർഷകർക്ക് അതിന്റെ വില നൽകുവാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. തിങ്കളാഴ്ച രാവിലെ ചിത്തിരക്കായലിലെ പുഞ്ചകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കർഷകർക്കുള്ള ആശങ്കകളും അതോടൊപ്പം തന്നെ അവർക്കുള്ള ആവലാതികളും അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും വന്നിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ ഒന്നൊന്നായി അത് പരിഹരിച്ചുകൊണ്ട് കർഷകന് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ പണം, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ആദ്യം സംഭരിക്കുക എന്നുള്ളതാണ് പൂർണ്ണമായും. 2, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ പണം കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. ഇത് 2 കാര്യത്തിലും ഓരോ തവണയും ഉണ്ടായിട്ടുള്ള പലവിധത്തിലുള്ള തടസ്സങ്ങൾ അപ്പോഴപ്പോൾ ഇടപെട്ട് മാറ്റാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നെല്ല് സംഭരിച്ചപ്പോൾ അതിന്റെ വില കൃത്യമായി നൽകാൻ കഴിയാതെ വന്നത് ചില ബാങ്കുകൾ സ്വീകരിച്ച നടപടി മൂലമാണെന്ന് സംവാദത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കൃഷിമന്ത്രി P പ്രസാദ് പറഞ്ഞു. ഇത്തരം വീഴ്ചകൾ വരാതിരിക്കാനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ചില ബാങ്കുകൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണിച്ച വളരെ മോശപ്പെട്ട സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രശ്നം ഉണ്ടായത്. ഇവിടെ കർഷക സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു, സംഘടനകൾ പറഞ്ഞു, ഞങ്ങൾ പോയിരുന്നിട്ട് ഒരു ദിവസം 2 PRSൻ്റെ പൈസയെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിടത്ത് ഞങ്ങൾ ബഹളമുണ്ടാക്കി അത് കൊടുക്കുന്നതിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. നമുക്ക് കർഷകരും സർക്കാരും എല്ലാം വളരെ യോജിച്ച് നിന്നിട്ട് ശക്തമായി നിലപാടുകൾ സ്വീകരിക്കുകയും ഇടപെടലുകൾ നടത്തേണ്ട ഒരു കാര്യമാണത്. അത് ബാങ്കുകളുടെ ഭാഗത്തുണ്ടാകുന്ന ഈ വീഴ്ചയെ മറച്ചു പിടിക്കാൻ ചിലരെല്ലാം ബോധപൂർവമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ചിലരെല്ലാം അതിൻ്റെ പിന്നാലെ അണിനിരക്കുന്നും ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ഔദാര്യമൊന്നുമല്ല. നമ്മൾ ഈ കാര്യത്തിൽ ഒരു ഔദാര്യത്തിൻ്റെയും ഭാഗമായിട്ടല്ല നമ്മൾ ഇവരോട് പറയുന്നില്ല. ഇതിനാവശ്യമായ മുഴുവൻ എമൗണ്ടും നമ്മൾ കൊടുക്കുന്നതാണ്. സംവാദത്തിൽ തോമസ് K. തോമസ് MLA, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി, നീലമ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TK തങ്കച്ചൻ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ S. അനിൽകുമാർ, പാടശേഖര സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് V. മോഹൻദാസ്, ഫാദർ തോമസ് ഇരുമ്പുകുത്തിയിൽ, SBI ബാങ്ക് പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടനാട്ടിലെത്തിയ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ് MP. നിരവധിയായ പ്രശ്നങ്ങൾ കർഷകർ അനുഭവിച്ചിട്ടും നാളിതുവരെ തിരിഞ്ഞു നോക്കാതിരുന്ന സിവിൽ സപ്ലൈസ് മന്ത്രിയും കൃഷിമന്ത്രിയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ മാത്രമാണ് കർഷകരെക്കുറിച്ച് ഓർക്കുന്നതെന്ന് MP കുറ്റപ്പെടുത്തി. മാസങ്ങൾക്ക് മുമ്പ് മങ്കൊമ്പ് സിവിൽ സ്റ്റേഷനിൽ നടന്ന മന്ത്രിമാരുടെ അദാലത്ത് വേദിയിലേക്ക് UDF സംഘടിപ്പിച്ച ബ്ലാക്ക് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ രാമഗിരി കോടതിയിൽ ഹാജരായ ശേഷം KCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കർഷകരുടെ കണ്ണിൽ പൊടിയിടാനാണ് മന്ത്രിമാർ കുട്ടനാട്ടിലെത്തിയതെന്ന് കൊടിക്കുന്നിൽ ആരോപിച്ചു. നെല്ലുവില നൽകാൻ 6 മാസത്തിലേറെ വൈകിയപ്പോൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച മന്ത്രിമാരുടെ ചതിക്കണിയിൽ കുട്ടനാട്ടിലെ കർഷകർ വീഴില്ല. നെൽകർഷകർ ആത്മഹത്യ ചെയ്തത് നെല്ലുവില വൈകിയതിനാലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോഴാണ് മന്ത്രിമാർക്ക് ബോധോദയം ഉണ്ടായത്. കുട്ടനാട്ടിലെ കൃഷിക്കാരുടെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അവരുടെ നെല്ല് സംഭരിച്ച പണം കിട്ടിയിട്ടില്ല, പമ്പിംഗ് സബ്സിഡി കിട്ടിയിട്ടില്ല, അവരുടെ മടവീഴ്ച വീതം മടകുത്തിയതിൻ്റെ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എത്രയോ കാലമായി കൃഷിക്കാർ ഉന്നയിക്കുകയാണ്. എത്രയോ കാലമായി സമരങ്ങൾ നടക്കുകയാണ്. എന്തെല്ലാം സമരങ്ങളാണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ
രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ, UDF നേതൃത്വത്തിൽ, കോൺഗ്രസ് നേതൃത്വത്തിൽ, ജനപ്രതിനിധി നിലയിൽ MP-യുടെ നേതൃത്വത്തിൽ ഇവിടെ എത്ര സമരം നടത്തി. അങ്ങനെ ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇവിടെ നടന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിമാർ, ഈ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകാത്ത മന്ത്രിമാർ, കർഷകരുടെ നെല്ലിന്റെ വില എത്രയും വേഗം കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിക്കാത്ത മന്ത്രിമാർ, ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ 2 മന്ത്രിമാർ, CPI-യുടെ 2 മന്ത്രിമാർ ഇവിടെ വന്നിരിക്കുന്നു. അവരുടെ പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ CPI-യുടെ മന്ത്രിമാരാണ്. CPI-യുടെ മന്ത്രിമാർ ഇവിടെ വന്ന് ഇന്ന് ചർച്ച നടത്താൻ, കൃഷിക്കാരെ കാണാൻ, അവരുടെ പ്രശ്നങ്ങൾ അറിയുവാൻ ഇന്ന് വന്നിരിക്കുന്നു. കുട്ടനാട്ടിലെ കർഷകർ വിഡ്ഢികളാണ്, അവരെ പറ്റിക്കാമെന്നാണ് മന്ത്രിമാർ കരുതുന്നെങ്കിൽ, അല്ലയോ മന്ദബുദ്ധികളായ മന്ത്രിമാരെ, നിങ്ങൾ മൂഢസ്വർഗത്തിലാണ്. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷനിലേക്ക് UDF നേതൃത്വത്തിൽ നടത്തിയ ബ്ലാക്ക് മാർച്ചിനും തുടർന്നുള്ള AC റോഡ് ഉപരോധത്തിനുമെതിരെ പുളിങ്ങുന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ 13 പ്രതികൾക്ക് രാമങ്കരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ MP-ക്കും ഒപ്പം ജാമ്യം ലഭിച്ചവർക്കും സ്വീകരണം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, സെക്രട്ടറി സിബി മൂലങ്കുന്നം, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബു കണ്ണമ്മാലി എന്നിവരും കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. ദന്തൽ ചികിത്സാ രംഗത്ത് കേരളത്തെ ആഗോള ഹെൽത്ത് ഹബ്ബാക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി വീണ ജോർജ്. കോട്ടയം സർക്കാർ ദന്തൽ കോളേജിൽ 16.5 കോടി രൂപ മുടക്കി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റിസർച്ച് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ഇൻഫെക്ഷ്യസ് ഡിസീസ് ബ്ലോക്കിന്റെ നിർമ്മാണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ കെട്ടിട നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വിദേശത്തുള്ളവർക്ക് കേരളത്തിൽ വന്ന് ചെലവ് കുറഞ്ഞ രീതിയിൽ ദന്തചികിത്സ നടത്തി തിരിച്ചു പോകാൻ സാധിക്കുമെന്നും അത്തരത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും വീണ ജോർജ് പറഞ്ഞു. ഡെന്റൽ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് പൊതു ആരോഗ്യ ചികിത്സാ രംഗത്തും കേരളത്തെ ഒരു ഹെൽത്ത് ഹബ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കമിട്ട് കഴിഞ്ഞു. അതായത് ഇപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉദാഹരണത്തിന് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുകയാണ്. അതിന് NRIs ആയി അല്ലെങ്കിൽ NRIs നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമാകണം എന്നില്ല, മറ്റു രാജ്യങ്ങളിലുള്ളവർക്കും പല വിദേശ രാജ്യങ്ങളിലുമുള്ളവർ ഇപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു പോകുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെന്റൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് കേരളത്തെ ഡെന്റൽ ചികിത്സാ രംഗത്തെ ആഗോളതലത്തിൽ ഒരു ഹബ്ബായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തുടക്കം കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത് ഈ വർഷം തന്നെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. ദന്തൽ കോളേജിന് സമീപമുള്ള മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. 16.5 കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക ദന്താരോഗ്യ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന നൂതന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൽ ഓഫീസ്, പ്രീ ക്ലിനിക്കൽ ലാബുകൾ, ലൈബ്രറി, ഓഡിറ്റോറിയം എന്നിവ കെട്ടിടത്തിൽ പ്രവർത്തന സജ്ജമാണ്. സ്കിൽ ലാബ്, റിസർച്ച് ലാബ് തുടങ്ങിയ ആധുനിക സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ ദന്തൽ കോളേജിലെ ആദ്യത്തെ സ്കിൽ ലാബാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നബാർഡ് സഹായത്തോടെ 10 കോടി രൂപ ചെലവിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. 5 നിലകളിലായി 6000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ OP, വിവിധ ലബോറട്ടറികൾ, ICU യൂണിറ്റുകൾ, ചികിത്സാ മുറികൾ, ഫാർമസി, അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 1ാം ഘട്ടമെന്ന നിലയിൽ ലഭ്യമായ ഭരണാനുമതി തുക ഉപയോഗിച്ച് ബേസ്മെന്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ തോമസ് ചാഴിക്കാടൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് 3-5 വാർഡ് കുന്നങ്കരി വേലങ്കരി മുതൽ മടത്തിലാക്കൽ വരെയുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. നിർമ്മാണോദ്ഘാടനം തോമസ് K. തോമസ് MLA നിർവഹിച്ചു.
നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് കണ്ടു. അതുകൊണ്ടാണ് ആദ്യത്തെ 97 ലക്ഷം രൂപ 30 ലക്ഷം രൂപ വെച്ചാൽ അത് കണ്ടിന്യൂസ്. അതുകൊണ്ട് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല, അത് കണ്ടിന്യൂസ് പോകും. പക്ഷേ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിങ്ങളുടെയും കൂടെ, പ്രസിഡന്റും മെമ്പറും പറഞ്ഞ വിഷയം, നിങ്ങളുടെയും കൂടെ ഒരു സഹകരണം അതിനകത്ത് ആവശ്യമാണ് അല്ലേ. ആ സഹകരണത്തിൽ കൂടെ ഈ ആസ്റ്റേ റേസിൽ ഉൾപ്പെടുത്തണം. നിസ്സാര കാര്യത്തിൽ ഇവർ നമ്മളെ പൂട്ടിക്കളയും. എന്നെ 10ാം വാർഡിൽ പൂട്ടാൻ നോക്കിയത് അതാ. പക്ഷേ അതിനു മുമ്പേ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കണ്ടു, ഞാൻ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു ആസ്റ്റേ റേസിൽ അത് കയറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ ആസ്റ്റേ റേഷൻ കയറ്റിയത് അത് പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ പിന്നെ ആർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ആ വഴി തന്നെ ഒക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ആവശ്യമായിട്ടുള്ള കാര്യം അതിപ്പോൾ നമുക്കറിയാം, വെളിയനാട് പഞ്ചായത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം പ്രസിഡന്റ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു AC റോഡിൻ്റെ വർക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ബിസിനസ്, കാരണം നല്ല റോഡല്ലേ വരുന്നത്. അതിനോട് ഇപ്പം നമുക്കറിയാം 8ാം വാർഡിൽ 5 കോടി രൂപയാണ് പാലത്തിന് വെച്ചിരിക്കുന്നത്. 5 കോടി രൂപ MLA വെച്ചിട്ടുണ്ട്. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ MV പ്രിയ ടീച്ചർ, വാർഡ് മെമ്പർമാരായ ജെയിംസ് ജോസഫ്, ഓമന രാജപ്പൻ, നേതാക്കളായ VR സജി, PM ജിജൻ, സെബാസ്റ്റ്യൻ ജോസഫ്, ജോണി പത്രോസ് തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ പരുമല ടാഗോർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാറും അവാർഡ് ജേതാക്കളെ അനുമോദിക്കലും നടന്നു. കഴിഞ്ഞ ദിവസം വായനശാല ഹാളിൽ നടന്ന സമ്മേളനം മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ അഥവാ ഭാരത് എന്ന വിഷയം കൈകാര്യം ചെയ്യുകയും ചില കാര്യങ്ങൾ മാത്രം ചെറിയ ചിന്തകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തന്നെ അവസരം ഉപയോഗിക്കാൻ ഒരു ഫാസിസത്തിന്റെ വക്കിലാണ് രാജ്യം. വക്കിലല്ല, ഫാസിസം വളരെ ശക്തമായി അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നേരത്തെ ഫാസിസം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. 1970-കളിൽ രൂപപ്പെട്ട ഒരു കുടുംബാധിപത്യത്തിന്റെ തുടർച്ചയായി നാടൊട്ടുക്ക് കൈപ്പിടി ഒതുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ആഭ്യന്തരാവസ്ഥയുടെ മറവിൽ തടവുകാരായി എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിലടക്കി പൗരസ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുകയും പത്രവാർത്തകൾക്ക് ശക്തമായ സെൻസറിംഗ് ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു കാലഘട്ടം. ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ A. ലോപ്പസ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് PK പീതാംബരൻ, മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ ജിസ് ഡൊമനിക്, ജൻസി മറിയം യോഹന്നാൻ എന്നിവരെ MLA പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിജി ആർ പണിക്കർ എന്നിവർ ചേർന്ന് ആദരിച്ചു. ഇന്ത്യ അഥവാ ഭാരത് എന്ന സെമിനാറിൽ പുകാസ സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ KA സുധാകരക്കുറുപ്പ് വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് V. ആന്റണി, അഡ്വക്കേറ്റ് TK സുരേഷ് കുമാർ, ഡൊമിനിക് ജോസഫ്, ശ്രീരേഖ G. നായർ, ലിസമ്മ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തലവടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ പാരത്തോട് മുതൽ കുന്നേൽപ്പടി വരെയുള്ള റോഡിന്റെ നവീകരണം പൂർത്തിയായി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു റോഡ് നിർമ്മാണം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 3 മീറ്റർ വീതിയിൽ റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്താണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. മഴക്കാലത്തിന് മുൻപ് റോഡ് ഉയർത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തരമായി നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷവും അമ്പലത്തിന്റെ അവിടെയാണ്, അതിനു മുമ്പ് ഒരു വായനശാല ചെയ്തു. അടുത്ത ഈ 24-25 വർഷത്തെ പദ്ധതിയിൽ ഐത്തോമ്പറിന് 11.5 ലക്ഷം രൂപ ഞങ്ങൾ ഈ വർഷം ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു പാലവും പിന്നെ ഐത്തോമ്പറിന്റെ എന്തോ ഒരു വർക്കുമായിട്ടാണ് ഈ വർഷം, അടുത്ത വർഷം നമ്മൾ പരിഗണിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവിധ നമുക്ക് തലവടി പഞ്ചായത്തിന്റെ വികസനത്തിന് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ അരുൺ, ബിനു സുരേഷ്, ADS സെക്രട്ടറി വത്സല കുഞ്ഞുമോൻ, ഓവർസിയർ സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ 24ാം സംസ്ഥാന സമ്മേളനം മെയ് 9, 10, 11 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. ഇതിനു മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരണ യോഗം ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ജില്ലാ കമ്മിറ്റി തയ്യാറായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലെ നിങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഏത് പരിപാടി അറിയിച്ചാലും കൃത്യമായി ഞാൻ എത്തിച്ചേരാറുണ്ട്.
നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ വക്കീലന്മാർക്കും മറ്റുള്ള ആളുകൾക്കുമെല്ലാം ആധാരം എഴുതാൻ കഴിയുമെന്ന് പുതിയ ചില തീരുമാനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഈ തൊഴിൽ മേഖല മറ്റു നിലയ്ക്കുള്ള ജോലികൾ ഒരുപക്ഷെ ലഭിക്കാത്തതിന് ഭാഗം സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ, സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 201 അംഗങ്ങളടങ്ങുന്ന സ്വാഗത സംഘം രൂപീകരിച്ചു. ചെയർമാനായി PT ജോൺ പെരുമ്പള്ളിയെയും ജനറൽ കൺവീനറായി MP മധുസൂദനെയും തിരഞ്ഞെടുത്തു. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും ക്ഷേമ പെൻഷൻ തകർക്കുന്ന കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ചും ക്ഷേമ കേരള സംരക്ഷണത്തിനുമായി പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ച് KSKTU. ചമ്പക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം NP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പെൻഷൻ കുടിശ്ശിക നോക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ചില അമ്മമാരെ ടീമായി രംഗത്തിറക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി സമരാഭാസങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടുവരികയാണ്. കാലു ചർച്ചകളിലും ഇതെല്ലാം തന്നെ ഒരു വിഷയമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷിത പെൻഷൻ തുടങ്ങുന്നതിനൊരു സാമൂഹ്യ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. 1980-ലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സന്ദർഭത്തിലാണ് കർഷക തൊഴിലാളികൾക്ക് 45 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സഖാവ് K. നായനാരാണ്. കേരള നിയമസഭയിൽ ആ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതങ്ങൾ തടഞ്ഞുവെച്ച് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. വായ്പയെടുക്കുന്നത് തടഞ്ഞ് വികസന ക്ഷേമ പദ്ധതികളെ തകർക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ക്ഷേമ കേരള സംരക്ഷണത്തിനായി സംസ്ഥാനത്ത് പാവങ്ങളുടെ പടയണി വിവിധ കേന്ദ്രങ്ങളിൽ KSKTU സംഘടിപ്പിക്കുന്നത്. മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിപാടിയിൽ CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ അധ്യക്ഷനായി. KSKTU മേഖലാ സെക്രട്ടറി MJ മനോഹരൻ, നേതാക്കളായ G. രാമചന്ദ്രൻ, K. ശ്രീകുമാർ, PJ കുട്ടപ്പായി, C. പ്രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി CA അരുൺകുമാർ ചങ്ങനാശ്ശേരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇലക്ഷൻ പ്രചാരണം നടത്തി. കുറിച്ചി ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ നിന്നും തിങ്കളാഴ്ച രാവിലെ 10:30 പ്രചാരണം ആരംഭിച്ചത്. CPIM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസ് VRB ഭവനിൽ എത്തിയ ശേഷമായിരുന്നു അരുൺകുമാർ പ്രചരണം ആരംഭിച്ചത്. ഔട്ട്പോസ്റ്റ് ജംഗ്ഷൻ, സ്വാമിക്കവല, ചാലച്ചിറ, കുരിശുമൂട്, തെങ്ങണ തുടങ്ങിയ കേന്ദ്രങ്ങളിലായിരുന്നു ഉച്ചയ്ക്ക് മുമ്പായി പ്രചരണം. തൃക്കുടുത്താനം, പായിപ്പാട്, മാടപ്പള്ളി എന്നീ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രചരണം. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, CPIM ഏരിയ സെക്രട്ടറി KC ജോസഫ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K. മാധവൻപിള്ള, നേതാക്കളായ പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, KD സുഗതൻ, MN മുരളീധരൻ നായർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഇടതുമുന്നണി പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് നൽകിയത്. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗണിന്റെ നേതൃത്വത്തിൽ വിശപ്പ് രഹിത എടത്വ പദ്ധതിക്ക് തുടക്കമായി. നിരാലംബർക്കും കിടപ്പ് രോഗികൾക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്നതാണ് പദ്ധതി. ഉദ്ഘാടനം എടത്വ സെന്റ് ജോർജ് മിനി ഹാളിൽ അഡ്മിനിസ്ട്രേറ്റർ ബിനോയ് ജോസഫ് കളത്തൂർ നിർവഹിച്ചു. വിശപ്പ് രഹിത എടത്വ എന്ന ഈ സംരംഭം നിരാലംബരായ അനേകർക്ക് ആശ്വാസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ പ്രസിഡന്റ് ബിൽബി മാത്യു കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. മോഡി കന്നേൽ മുഖ്യ സന്ദേശം നൽകി. സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, ട്രഷറർ ജോർജ് കുട്ടി പീടികപ്പറമ്പിൽ, ചാരിറ്റി പ്രോഗ്രാം ചെയർമാൻ വിൽസൺ ജോസഫ്, ഷേർലി അനിൽ, K. ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എടത്വ ടൗണിൽ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികൾ, എടത്വ PHCയിലെ രോഗികൾ, കൂട്ടിരിപ്പുകാർ എന്നിവർക്ക് ന്യൂ കുര്യൻസ് ഹോട്ടലുമായി ചേർന്ന് സ്പോൺസർമാരുടെ സഹകരണത്തോടെ ഭക്ഷണം നൽകുമെന്ന് ചാരിറ്റി കോർഡിനേറ്റർ വിൻസൻ ജോസഫ് അറിയിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസ് എഡ്യൂക്കേഷനിൽ തലവടി സ്വദേശിനി സൗമ്യ പ്രേംകുമാർ ഡോക്ടറേറ്റ് നേടി.
നേട്ടം കൈവരിച്ചതിൽ തലവടി 2280 നമ്പർ NSS കരയോഗം ഭാരവാഹികൾ സൗമ്യയെ ആദരിച്ചു. തലവടി ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ നിന്ന് വിരമിച്ച സതീദേവിയുടെ നേതൃത്വത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് നാരായണൻ നായർ അധ്യക്ഷനായിരുന്നു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ ഭിഷാരത്ത്, കരയോഗം സെക്രട്ടറി ഗീതാകുമാരി, ട്രഷറർ ഓമനക്കുട്ടൻ, കമ്മിറ്റി അംഗങ്ങളായ വിജയൻ, ഗോപാലകൃഷ്ണൻ നായർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തലവടി രാമവർമ്മ പുരത്തുമുട്ടത്ത് ശ്രീമാതായിൽ പ്രേംകുമാറിന്റെയും വിജയമ്മയുടെയും മകളും തലവടി ആനപ്പറമ്പാൽ സൗത്ത് UP സ്കൂൾ അധ്യാപികയുമാണ് സൗമ്യ പ്രേംകുമാർ. എനിക്കൊരു സ്കൂളിൽ അധ്യാപികയാണ്. UP സ്കൂളിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറിനെ പോലെ ഞാനും മടിയൊന്നും എടുക്കാത്ത അധ്യാപികയാണ്. എന്നോടൊന്നും മടിയെടുത്തിട്ട് പറയും, ക്ലാസ്സിൽ പോയി പിള്ളേരെയൊക്കെ തല്ലണം. ഞാൻ മടിയെടുത്തിട്ടേ പിള്ളേരെ ആരും എടുക്കാറില്ല. SNDP യോഗം കുട്ടനാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ദിവസം നടത്തി. യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് SNDP യൂണിയന്റെ പ്രവർത്തനം ഏത് രീതിയിലേക്ക് അതിന് കരുപ്പിടിപ്പിക്കുവാനായിട്ടുള്ള അതിന്റെ ആശയങ്ങൾ കൊടുത്താൽ അത് നടപ്പിലാക്കുവാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ചെറുകുറപ്പുള്ള തന്റേടമുള്ള ആത്മാഭിമാനമുള്ള ചെറുപ്പക്കാരായ കുട്ടനാട്ടിലെ ഈഴവ ചെറുപ്പക്കാർ മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമ്മൾ ഭയക്കേണ്ടതില്ല, ആരുടെയും പിന്നിലുമല്ല, നമ്മളെല്ലാവരുടെ മുന്നിലാണ്. നമ്മുടെ മുന്നിലേക്ക് ഒരാൾ പോലുമില്ല. ഒരുപക്ഷെ സമന്മാരെ നമുക്ക് സൃഷ്ടിക്കാൻ സമൂഹത്തിൽ സൃഷ്ടിക്കാം, പക്ഷെ നമ്മുടെ മുന്നിൽ ആരുമില്ല എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ടുള്ള പോകണം. പക്ഷേ നമ്മുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളെ അടിച്ചു നിൽക്കുവാൻ അമർത്തുവാനുള്ള ഒട്ടനവധി ശക്തികൾ ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് അറിയണം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സാമുദായിക സംവരണം വർഗീയ വിപത്താണ് എന്നും സാമ്പത്തിക സംവരണമാണ് എന്നും ഇവിടെ കുട്ടികളെ +1 കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് സാമൂഹ്യ പാഠപഠനത്തിലൂടെ. യൂണിയൻ പ്രാർത്ഥനാ മന്ദിരത്തിൽ ചേർന്ന സമ്മേളനത്തിൽ യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് സജീഷ് കോട്ടയം അധ്യക്ഷനായിരുന്നു. യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി ആമുഖ പ്രഭാഷണം നടത്തി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം MB പ്രമോദ്, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വിജിൻ രാജ്, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് KP സുബീഷ്, സെക്രട്ടറി PR രതീഷ്, വൈസ് പ്രസിഡന്റ് TS ഷിനുമോൻ, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി സജിനി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം ഭരണസമിതി തെരഞ്ഞെടുപ്പും തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. ചങ്ങനാശ്ശേരി അതിരൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നേതൃസംഗമം നടത്തി. വനിതാ ദിനാചരണവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. ഒന്നിക്കാം, കരുതാം, വളരാം, പറന്നുയരാം പ്രകാശത്തിലേക്ക് എന്നീ സന്ദേശം ഉയർത്തി മീവൽ 2K24 എന്ന പേരിലായിരുന്നു പരിപാടി. SB കോളേജ് ആർച്ച് ബിഷപ്പ് കാവുകാട്ട് ഹാളിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ചേർന്ന സമ്മേളനം അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ രേഖ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബത്തെ തിരുക്കുടുംബം എന്ന് പറയാത്തത് അവർ പറയും, എൻ്റെ മിസ്സേ അപ്പനും അമ്മയും ശരിയല്ല, അത് തന്നെ കാര്യം. പിള്ളേർ പറയുന്നതാണ്, പറഞ്ഞിട്ടുള്ളത് എന്നോട്. അപ്പോൾ അത് ആലോചിച്ചപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, തിരുക്കുമാരൻ്റെ സാന്നിധ്യം മാത്രമല്ല ഓരോ കുടുംബത്തെയും തിരുക്കുടുംബമാക്കി മാറ്റുന്നത്. നിതാന്ത ജാഗ്രതയും സ്നേഹവും കരുതലും ഉള്ള അപ്പനും പരമ പരിശുദ്ധിയായ ഒരമ്മയും ഉള്ളപ്പോഴാണ് തിരുക്കുടുംബത്തിൻ്റെ വിത്തുകൾ പാകപ്പെടുന്നത്. അവിടെ നിന്ന് ജനിക്കുന്നവർ തീർച്ചയായിട്ടും തിരുക്കുമാരന്മാരും കുമാരിമാരും ഒക്കെ ആകുമെന്ന്. ഇത്രയേറെ പുരുഷന്മാരെ ഒന്നിച്ച് ഞാൻ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. പക്ഷെ എന്തൊരു നിശബ്ദതയും എന്തൊരു ആദരവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷവുമാണ് ഈ ഹാളിനകത്ത്. ശരിക്കും കൈ കൂപ്പി ഇങ്ങനെ നിൽക്കാൻ എനിക്ക് തോന്നുന്നത്. ഒന്നും സംസാരിക്കാൻ പോലും തോന്നുന്നില്ല, അത്രയ്ക്ക് ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. സമ്മേളനത്തിൽ വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. KLM അതിരൂപത ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കളം, സംസ്ഥാന സെക്രട്ടറി സണ്ണി അഞ്ചിൽ, കൺവീനർ അന്നമ്മ ഷാജി, ദീപക് മാത്യു ചാർലി എന്നിവർ സംസാരിച്ചു. KLM വിങ്സ് ചെറു സംരംഭകത്വ പ്രോത്സാഹന പദ്ധതിയുടെ ഉദ്ഘാടനം സമ്മേളനത്തിൽ ആലപ്പുഴ സഹൃദയ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ആന്റോ പെരുമ്പള്ളിത്തറ നിർവഹിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5835 രൂപ, പവന് 46,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.